നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൊപ്പത്ത് മിനി വാനും മിനി ലോറിയും കൂട്ടിയിടിച്ച് അപകടം. വാഹനത്തിലുണ്ടായിരുന്നവർക്ക് പരിക്കേറ്റു. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ കൊപ്പം കല്ലേപ്പുള്ളി ഇറക്കത്തിലാണ് വാഹനാപകടമുണ്ടായത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 മണിയോടെയായിരുന്നു അപകടം. അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്നവർക്ക് നിസ്സാര പരുക്കുകൾ പറ്റി. പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്ന വാനും എതിർദിശയിൽ വന്ന മിനി ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം പാതയിൽ ഗതാഗതക്കുരുക്കം അനുഭവപ്പെട്ടു. കൊപ്പം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കുലുക്കല്ലൂർ മപ്പാട്ടുകരയിലെ തൂതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട മപ്പാട്ടുകര സ്വദേശിനി മാടാല ഫാത്തിമയുടെ മൃതദേഹം പുഴയിൽ നിന്നും കണ്ടെത്തി. ചൊവ്വാഴ്ച രാവിലെ നാട്യമംഗലം പാണക്കടവിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ചയാണ് ഇവരെ കാണാതായത്. കുലുക്കല്ലൂർ മപ്പാട്ടുകരയിൽ തൂതപ്പുഴയിലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മപ്പാട്ടുകര സ്വദേശിനി മാടാല ഫാത്തിമയുടെ മൃതദേഹം കണ്ടെത്തി. ചൊവ്വാഴ്ച രാവിലെ 10:30 മണിയോടെയാണ് നാട്യമംഗലം പാണക്കടവ് ഭാഗത്തു നിന്നും മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച പുലർച്ചെയാണ് വീട്ടിൽ നിന്നും ഇവരെ കാണാതായത്. പുഴയിൽ ഇവരുടെ ചെരുപ്പും ടോർച്ചും കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് പുഴയിൽ അകപ്പെട്ടതാവുമെന്ന നിഗമനത്തിൽ പുഴയിൽ പരിശോധന തുടങ്ങിയത്. 2 ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഇവരെ കണ്ടെത്താനായില്ല. ചൊവ്വാഴ്ച രാവിലെയാണ് മൃതദേഹം പാണക്കടവ് ഭാഗത്ത് കണ്ടെത്തിയത്. പട്ടാമ്പിയിൽ നിന്നുമുള്ള അഗ്നിശമന സേനാ യൂണിറ്റ്, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ ട്രോമോ കെയർ അംഗങ്ങൾ, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ, സ്കൂബ ടീം അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി പുഴയിൽ തിരച്ചിൽ നടത്തിയത്. ബോട്ടുകളിൽ 2 സംഘങ്ങളായിരുന്നു തിരച്ചിൽ. പ്രദേശവാസികളും സംഘത്തിൽ ഉണ്ടായിരുന്നു. മപ്പാട്ടുകരയിലെ സഹോദരന്റെ വീട്ടിൽ നിന്നുമാണ് ഫാത്തിമയെ കാണാതായത്. ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് ഇവർ സഹോദരന് കൂടെയായിരുന്നു താമസം. സഹോദരൻ ഞായറാഴ്ച പുലർച്ചെ 5 മണിക്ക് പള്ളിയിൽ പോകുന്നതുവരെ ഇവർ വീട്ടിലുണ്ടായിരുന്നുവെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് ഇവരെ കാണാതായതോടെയാണ് തിരച്ചിൽ ആരംഭിച്ചത്. ഈ സമയത്താണ് മപ്പാട്ടുകര തഴയണിക്ക് സമീപം ഇവരുടെ ചെരുപ്പും ടോർച്ചും കണ്ടെത്തിയത്. വീട്ടിൽ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചുവെച്ചാണ് പോയിരുന്നത്. എന്നാൽ ഇവർ പുഴയിലേക്ക് കുളിക്കാനോ മറ്റോ പോകാറില്ലെന്നായിരുന്നു ബന്ധുക്കൾ അറിയിച്ചത്. തടയണ പ്രദേശത്ത് കുളിക്കടവിൽ നിന്നും 15 മീറ്റർ അകലെ പുഴയോരത്തു നിന്നുമാണ് ചെരുപ്പും ടോർച്ചും കണ്ടെത്തിയത്. ശക്തമായ കുത്തൊഴുക്കുള്ള പ്രദേശം കൂടിയാണ് ഇവിടെ. മപ്പാട്ടുകര തടയണ ഭാഗത്തു നിന്നും കിലോമീറ്ററുകൾ താണ്ടിയാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹം പുഴയിൽ നിന്നും എടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയി. തൃത്താല ഞാങ്ങാട്ടിരിയിൽ നിരവധി പേരെ കടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം ചത്ത നിലയിൽ കണ്ടെത്തിയ തെരുവു നായ്ക്ക് പേവിഷബാധയെന്ന് സ്ഥിരീകരണം. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. 2 ദിവസം മുമ്പാണ് ഞാങ്ങാട്ടിരി സ്വദേശികളായ മുഹമ്മദ് അലി, ഖദീജ, അരുൺ, ഷെഫീഖ് എന്നിവർക്ക് തെരുവു നായയുടെ കടിയേറ്റത്. കടിയേറ്റ 4 പേരും വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുകയും ചെയ്തു. അതേസമയം ആക്രമണം നടത്തിയതെന്ന് കരുതുന്ന നായയെ ഇന്നലെ റോഡരികിൽ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് മലമ്പുഴ വെറ്റിനറി ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുകയായിരുന്നു. കറുപ്പ് നിറത്തിലുള്ള നായയുടെ ജഡമാണ് പേവിഷബാധ ഏറ്റ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇതേ കറുപ്പ് നിറത്തിലുള്ള നായ കൂറ്റനാട് ടൗണിൽ 5 പേരെ കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ചത്ത നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതോടെ ഭീതിയിലാണ് നാട്ടുകാർ. വിഷനായ നിരവധി തെരുവു നായ്ക്കളെ ആക്രമിക്കുന്നത് കണ്ടതായി നാട്ടുകാരും പറയുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ആളുകൾ അതീവ ജാഗ്രത പാലിക്കണം. ഞാങ്ങാട്ടിയിലും പരിസര പ്രദേശത്തും ഏറെ ഭീതി വളർത്തിയ വിഷനായ പേ പിടിച്ച് തന്നെയാണ് ചത്തത് എന്ന റിപ്പോർട്ടാണ് മലമ്പുഴ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ സൂചിപ്പിച്ച കാര്യം പല നായ്ക്കളുടെ ഇടയിലും, കാരണം നമ്മുടെ നാട്ടിൽ ഇന്നലെ സൂചിപ്പിക്കേണ്ടായി മനുഷ്യരെക്കാൾ കൂടുതൽ തെരുവു നായ്ക്കളാണെന്ന്. അത്തരം തെരുവു നായ്ക്കളുടെ ഇടയിലെല്ലാം തന്നെ ഈ നായയെ പലരും കണ്ടിട്ടുണ്ട്. അത്തരം തെരുവു നായ്ക്കൾക്ക് കൂടെ പേ ഇളകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സംശയമുള്ള എല്ലാ ജീവികൾക്കും നമ്മൾ വാക്സിൻ എടുക്കുക എന്ന പ്രവർത്തനത്തിലേക്ക് ഗവൺമെന്റും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും മാറണം. അപ്പൊ ഇത്തരത്തിൽ ഇനിയൊരു ആക്രമണം ഏൽക്കാണ്ടിരിക്കാൻ മുൻകരുതൽ എടുക്കണം എന്നാണ് നിങ്ങളോട് ഉണർത്താനുള്ളത്. പട്ടയ മിഷൻ 2025ന്റെ ഭാഗമായി പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ 104 പട്ടയങ്ങൾ വിതരണം ചെയ്തു. മന്ത്രി കെ രാജൻ ഓൺലൈൻ വഴി പട്ടയ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടയ മിഷനും പട്ടയ മിഷന്റെ ഭാഗമായി പട്ടയ അസംബ്ലികളും ഓരോ മണ്ഡലത്തിലെയും ഭൂഹരിതരെ കണ്ടെത്തി അവരുടെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്ന പദ്ധതിയുടെ ഭാഗമായി കൂടിയാണ് പട്ടാമ്പി മണ്ഡലത്തിൽ 104 പട്ടയങ്ങൾ കൂടി വിതരണം ചെയ്തത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചായിരുന്നു വിതരണോദ്ഘാടന ചടങ്ങ് നടത്തിയത്. മന്ത്രി കെ രാജൻ ഓൺലൈൻ വഴി വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാൻ
സമീപ ഭൂതകാലത്തൊന്നും കേരളം സൃഷ്ടിച്ചിട്ടില്ലാത്ത ശ്രദ്ധേയമായ ഒരു പദ്ധതിക്കാണ് ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നേതൃത്വപരമായ പങ്കുവഹിച്ചത് ഒരു പട്ടയ മിഷനായി. പട്ടയ മിഷൻ എല്ലാവർക്കും ഭൂമി നൽകാനുള്ള പ്രവർത്തനങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഏടാണ്. രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ നിയമസഭയിലെ 140 MLA-മാരും അവരുടെ മണ്ഡലങ്ങളിൽ അവരവരുടെ അധ്യക്ഷതയിൽ ആ നിയോജക മണ്ഡലത്തിലുള്ള വാർഡ് മെമ്പർമാർ, കൌൺസിലർമാർ അടക്കമുള്ള മുഴുവൻ ജനപ്രതിനിധികളെയും വിളിച്ചു നീക്കി റവന്യൂ അസംബ്ലി എന്ന പേരിൽ വിളിച്ചു നീക്കി അവിടെ അവരുടെ വാർഡുകളിലുള്ള റവന്യൂ പ്രശ്നങ്ങൾ, വിശിഷ്യ ഭൂരഹിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നിർബന്ധമായും ഭൂമി കൊടുക്കാൻ അർഹരായവരുടെ ലിസ്റ്റ് തന്നെ തയ്യാറാക്കി ഒരു വളരെ ശ്രദ്ധേയമായ പദ്ധതിയായിരുന്നു പട്ടയ അസംബ്ലി. പട്ടയ അസംബ്ലികൾ 2 തവണ കേരളത്തിൽ കൂടുകയുണ്ടായി. 2 തവണയും പട്ടയ അസംബ്ലികൾ ചേർന്നപ്പോഴുണ്ടായ നിരവധികളായിട്ടുള്ള പ്രശ്നങ്ങൾ അതത് ജില്ലകളിൽ പരിഹരിക്കാനാകുമോ എന്നത് നോക്കി ജില്ലകളിൽ പരിഹരിക്കാനാകാത്ത പ്രശ്നമാണെങ്കിൽ അത് പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി സംസ്ഥാന തലസമിതി തന്നെ നേരിട്ട കാര്യം പരിശോധിച്ച് ചടങ്ങിൽ മുഹമ്മദ് മോഹസിൻ MLA അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ ആനന്ദവല്ലി, ടി ഉണ്ണികൃഷ്ണൻ, ഡെപ്യൂട്ടി കളക്ടർ കെ ബിന്ദു, തഹസിൽദാർ ടി പി കിഷോർ, മറ്റു ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിന്റെ ഭാഗമായി കൂടിയായിരുന്നു പട്ടയ വിതരണം. പരുതൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന മുതിർന്ന പൗരന്മാർക്കുള്ള കട്ടിൽ വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാഹിദ ജലീൽ, വാർഡ് മെമ്പർമാരായ രജനി ചന്ദ്രൻ, അനിത രാമചന്ദ്രൻ, ശിവശങ്കരൻ, MP ഉമർ, ICDS സൂപ്പർവൈസർ റീന, അംഗൻവാടി ടീച്ചർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കർഷക സംഘം തൃത്താല ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂറ്റനാട് പോസ്റ്റ് ഓഫീസിലേക്ക് ധർണയും മാർച്ചും സംഘടിപ്പിച്ചു. രാസവള സബ്സിഡി വെട്ടിക്കുറച്ചതിലും വില വർധനവിലും പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. CPIM ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് മാസ്റ്റർ സമരം ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PK ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കൃഷ്ണകുമാർ, KA ഷംസു, VP രാജൻ എന്നിവർ സംസാരിച്ചു. പട്ടാമ്പി കൊടുമുണ്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗൈഡ്സ് യൂണിറ്റിന്റെ ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനവും നടന്നു. കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളാണ് ഗൈഡ് യൂണിറ്റിന്റെ ഉദ്ഘാടനവും അക്കാദമിക് മാസ്റ്റർ പ്ലാനിന്റെ പ്രകാശനവും സംഘടിപ്പിച്ചത്. VK ശ്രീകണ്ഠൻ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശരിക്കും ഒരു ഗ്രാമീണ തലത്തിൽ ഇത്രയും ഉൾപ്രദേശത്ത് വന്ന് പഠിക്കുക എന്ന് വെച്ചാൽ അതും ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങളുടെ അനുഭവം വല്ലാത്ത അനുഭവമായിരിക്കും. ഞാൻ മിക്കവാറും 4 കിലോമീറ്ററിലധികം നടന്നു പോയിട്ടാണ് സ്കൂളിലേക്ക് പോവുക. അന്ന് ഇന്നത്തെ പോലെ സ്കൂൾ ബസ്സും ഇല്ല, ഓട്ടോറിക്ഷ ഇല്ല, അല്ലെങ്കിൽ ബൈക്കും ഇല്ല, ബസ്സും ഇല്ല. നടന്നു തന്നെ പോകണം. അങ്ങോട്ട് നടന്നു പോകും. പിന്നെ ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കണമെങ്കിൽ വീട്ടിലേക്ക് നടന്നു വരണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് 1 മണിക്ക് വിട്ടാൽ 4 കിലോമീറ്റർ 5 കിലോമീറ്റർ നടന്നത് പോയി 2 മണിയാവും. പിന്നെ എങ്ങനെ സ്കൂളിലേക്ക് തിരിച്ചു പോവുക? അപ്പോൾ മിക്കവാറും ഉച്ചയ്ക്ക് ഭക്ഷണം സ്കൂളിൽ നിന്ന് കിട്ടുന്ന വല്ല ഉപ്മാവായിരിക്കും. കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആരെങ്കിലും ഇത്ര നേരത്തെ ഭക്ഷണമൊക്കെ കരുതി വെക്കും. ഇപ്പൊക്കെ നിങ്ങൾക്ക് നല്ല ടിഫിൻ ബോക്സും അതുപോലെ ഭക്ഷണവും എല്ലാം നേരത്തെ അമ്മയും അച്ഛനൊക്കെ കഷ്ടപ്പെട്ടു തരും. അന്നൊക്കെ എങ്ങനെ ആര് തരും? അന്ന് വലിയ പ്രയാസമായിരുന്നു സ്കൂളിലൊക്കെ പോകുമ്പോഴേ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നും. എന്നിരുന്നാലും ഇങ്ങനെ ഗ്രാമീണ മേഖലയിൽ ഇത്രയും ദൂരം ഒക്കെ നടന്നു വന്ന് നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ പഠിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് നല്ല ഭാഗ്യമാണ്. മാത്രമല്ല നല്ല കെട്ടിടമുണ്ട്, നല്ല ബെഞ്ചും ഡെസ്കും ഒക്കെ ഉണ്ട്, നല്ല സൗകര്യമുണ്ട്. അന്ന് ഞങ്ങൾ ചോർന്നൊലിക്കുന്ന ഓട്ടുപേരന്റെ ഉള്ളിലാണ് ഇരുന്നിരുന്നത്. വെച്ചാൽ മഴ പെയ്താൽ ആകെ സങ്കടമാണ് എല്ലാവർക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി അധ്യക്ഷയായിരുന്നു. പ്രിൻസിപ്പൽ മായ, പ്രധാനാധ്യാപകൻ രവീന്ദ്രൻ, PTA പ്രസിഡന്റ് സുബീഷ്, HMC അംഗം അഷറഫ്, മറ്റു PTA ഭാരവാഹികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ആലൂർ ചാമുണ്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ 26ാമത് വൈശാഖമേളയ്ക്ക് ബുധനാഴ്ച തുടക്കമാകും. ജൂലൈ 16 വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് വൈശാഖമേള ഉദ്ഘാടനം ചെയ്യും. രവീന്ദ്രൻ വെളിച്ചപ്പാട് അധ്യക്ഷനാകും. തുടർന്ന് പഞ്ചവാദ്യം അരങ്ങേറും. ജൂലൈ 17 ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിക്കും. ഭാഗവതരത്നം പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ.
ചടങ്ങുകളുടെ ഭാഗമായി മുഴുവൻ ദിവസങ്ങളിലും കാലത്ത് 6:30 മുതൽ വൈകിട്ട് 6:30 വരെ വിഷ്ണു സഹസ്രനാമ ജപം ഉണ്ടാകും. ജൂലൈ 25 വെള്ളിയാഴ്ച കാലത്ത് മഹാഗണപതി ഹോമം, തുടർന്ന് ആനയൂട്ട്, അഷ്ടപതി, നാദസ്വരം എന്നിവയുണ്ടാകും. ഓഗസ്റ്റ് 10 നടക്കുന്ന മഹാചണ്ഡികായജ്ഞത്തോടെ വൈശാഖമേള സമാപിക്കും. 300-ലധികം യാഗയജ്ഞങ്ങൾ പൂർത്തിയാകുകയും 49 ക്ഷേത്രങ്ങളുടെ തന്ത്രിയുമായ ഡോക്ടർ ശശികുമാര ശർമ്മയാണ് യാഗാചാര്യൻ. ഓം ശ്രീ മഹാദേവി നമ, ഓം ചാമുണ്ടേശ്വരി നമ. നമ്മുടെ ചാമുണ്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ 26ാമതാണ് വൈശാഖമേളയ്ക്ക് നാളെ തുടക്കം കുറിക്കുകയാണ്. പ്രധാനമായിട്ട് അന്നദാനം, അതുപോലെ കുമാരി പൂജ, വിദ്യാഗോപരമന്ത്രാർച്ചന അങ്ങനെ തുടങ്ങിയ പ്രത്യേക പരിപാടികൾ നടക്കുന്നതാണ്. പിന്നെ രാമായണ പാരായണം, നാരായണീയ പാരായണം അങ്ങനെ തുടങ്ങിയുള്ള പാരായണങ്ങളൊക്കെ ഉണ്ട്. വിശിഷ്ട വ്യക്തികളുടെ പ്രഭാഷണങ്ങൾ, ആത്മീക ആചാര്യന്മാരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ തൃത്താല മേഖല നാഗലശ്ശേരി യൂണിറ്റ് കൺവെൻഷൻ നന്ദിയങ്കോട് ജനകീയ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ മുണ്ടായ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. യൂണിറ്റ് സെക്രട്ടറി TC രാമൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മേഖലാ പ്രസിഡന്റ് K പരമേശ്വരൻ, ജില്ലാ വനിതാ സബ് കമ്മിറ്റി അംഗം A സാവിത്രി, D രാജപ്പൻ എന്നിവർ സംസാരിച്ചു. 2006 മുതൽ ഈ സംഘടന സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സഹോദരി സഹോദരന്മാരുടെ, പാവപ്പെട്ടവരുടെ, സാധാരണക്കാരായിട്ടുള്ളവരുടെ ഉന്നമനത്തിനും അവരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതിശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ. ജൂലൈ 12 ആറ്റൂരിലെ വസതിയിൽ നിന്നും പുറത്തുപോയി കാണാതായ യുവതിയെ ഏർവാടിയിലെ ദർഗയിൽ വെച്ച് കണ്ടെത്തി. തറയിൽ തൊടി വീട്ടിൽ മൊയ്തീൻ മകളും പള്ളിപ്പുറം കരിയന്നൂരിൽ താമസിക്കുന്ന വാക്കിയത്തൊടി സലീമിന്റെ ഭാര്യയുമായ 43 വയസ്സുള്ള ഖദീജയെയാണ് കാണാതായത്. ചെറുതുരുത്തി പോലീസിന്റെയും താനൂർ പോലീസിന്റെയും സംയുക്തമായ അന്വേഷണത്തിലും സൈബർ സെല്ലിന്റെ സഹായത്തോടെ ലഭിച്ച മൊബൈൽ ഫോൺ ലൊക്കേഷൻ വഴിയാണ് ഖദീജയെ കണ്ടെത്തിയത്. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ ASI-മാരായ കമറുദ്ദീൻ, ജയശ്രീ എന്നിവരുടെ നേതൃത്വത്തിൽ ഖദീജയുടെ കുടുംബവും ഉൾപ്പെടെയുള്ള സംഘമാണ് കണ്ടെത്തിയത്. അവരുമായി സംഘം നാട്ടിലേക്ക് തിരിച്ചു. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.